ഇതിപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളമാണ് അത് കേട്ടോ, പേരക്ക വെച്ചിട്ടുണ്ടാക്കുന്നത്. ഇത് നമുക്ക് ലൂസായിട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ച് തിക്കായിട്ടും രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു വലിയൊരു പേരക്ക, അത്യാവശ്യം വലിപ്പമുള്ളൊരു പേരക്ക, പഴുക്കാത്ത പേരക്കയാണ് ഇതിന് നല്ലത് കേട്ടോ അത് ഉണ്ടാക്കാൻ. കാരണം നമ്മളിതൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പേരക്കയിൽ ശരിക്കും ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു ഫ്രൂട്ടാണ്, അതുപോലെ തന്നെ വൈറ്റമിൻസും. അപ്പോൾ ഇത് കുടിച്ചാൽ നമുക്ക് ശരിക്കും വയറിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഇതുപോലെ വീടുകളിലൊക്കെ പേരക്ക ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ശരിക്കും കുറച്ച് വലുപ്പത്തിലുള്ള അധികം പഴുക്കാത്ത ടൈപ്പ് ഒരു പേരക്കയാണ്, എപ്പോഴും നല്ലൊരു ഹാർഡായിട്ടിരിക്കും മുറിക്കുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പേരക്കയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൂട്ട് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം, കുറച്ച് സോഫ്റ്റ് ആക്കി എടുക്കണത്. പഴുത്ത പേരക്ക നമ്മൾ പാലൊഴിച്ചിട്ട് പേരക്ക ജ്യൂസും ഷെയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഇതുപോലെ പച്ച മാങ്ങയും ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ, പച്ച മാങ്ങ ഒക്കെ വേവിച്ച് അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കളഞ്ഞാൽ മതി. ഇതുപോലെ ഉണ്ടാക്കിയ നല്ല ജ്യൂസുകൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തണുത്ത് വരട്ടെ, കാരണം ജ്യൂസാക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ടൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലോണം അരിച്ചതിന് ശേഷം നമുക്കൊരു 3-4 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കുന്ന കാരണം കൊണ്ട് തന്നെ ഒരു 3-4 ദിവസം കേടാകാതെ ഫ്രിഡ്ജിലിരിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും വെള്ളങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയുടെ നീരും, ചെറിയൊരു പീസ് ഇഞ്ചിയുടെ നീരും, ഒരു ചെറുനാരങ്ങ കുരു കളഞ്ഞതിന് ശേഷം പിഴിഞ്ഞെടുക്കുക. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടുതൽ എപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നത് നല്ല കേട്ടോ. അങ്ങനെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ പിഴിഞ്ഞ് വെച്ചാൽ ചെറിയൊരു പീസ് ഇഞ്ചിയുടെ നീരും, കൂടുതൽ വേണ്ട കേട്ടോ, ഇഞ്ചി ചെറിയൊരു പീസാണ്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം തണുത്ത വെള്ളം തന്നെ, അത് ശരിക്കും നല്ലോണം തണുപ്പിച്ച് കുടിക്കുന്നത് നല്ലത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊരു ലൂസാക്കി കുടിക്കുന്ന ഒരു വെള്ളമാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഐസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഇതൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നു കേട്ടോ, അപ്പോൾ എല്ലാവർക്കും കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ. ഇതുപോലെ നമുക്ക് കുറേശ്ശെ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്ത് ഇഞ്ചിയും ചെറുനാരങ്ങയൊക്കെ ഇട്ടിട്ട് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ജ്യൂസ് തന്നെയാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ ചൂട് സമയത്ത് കുടിക്കാൻ നല്ലൊരു വെള്ളമാണ്. ഇതിലുള്ള ഇഞ്ചിയും ചെറുനാരങ്ങയുടെ നീരൊക്കെ നല്ലൊരു ഫ്ലേവർ തരും നമുക്ക്. നല്ലോണം തണുപ്പിച്ച് തന്നെ കുടിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെള്ളമായിരിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ 1-2 പുതിനയുടെ ഇല വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലൊന്ന് ഗാർണിഷ് ചെയ്യാം. പുതിന ലീഫ് എപ്പോഴും നമുക്ക് ഈ വെള്ളങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. മിക്കവർക്കും അത് ഇഷ്ടമാണ്. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.